ഭയങ്കരം. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉള്ളിലൊരു നടൻ ഉണ്ടറാ സതീശ. നീ ഒരു നടനാകണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അതായിരിക്കും. എന്നെങ്കിലും ഞാൻ എന്റെ നടനെ പുറത്ത് ചാടിക്കും. മിക്കവാറും ഇന്ന് പുറത്ത് ചാടും. എന്താണ്? എന്തിനാ ഇവിടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന വിചാരിച്ചിരിക്കുന്നത്? കലഹോത്സവം എല്ലാരും കൂടെ വേറെ കൊട്ടേഷൻ പിടിച്ച് കോളാക്കിയല്ലോ. MD ഭയങ്കര ചൂടില്ല. എല്ലാത്തിനും പുറത്താക്കും. അതിനാണ് ഇവിടെ മീറ്റിംഗ് വിളിച്ചേക്കണം. ഇവിടെ കാശിന് മാത്രമേ കുറവുള്ളൂ, മീറ്റിംഗിന് ഒരു കുറവുമില്ല. മീൻകറിയിൽ ഒരു കഷ്ണം കുറഞ്ഞു പോയതാ അപ്പൊ വിളിക്കുക മീറ്റിംഗ്. ഏതാണ്ട് ക്യാമറ എടുത്തോ, അതിന് കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഇതൊക്കെ കണ്ണ് കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സതീശൻ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ടെങ്കിലേ തടഞ്ഞ നന്നായി, ഇല്ല കാണാറുണ്ട്. അല്ല നിങ്ങൾക്ക് രണ്ടൊക്കെ എന്താ ഇവിടെ ബാത്റൂം പരിപാടി? ഇത് ബാത്റൂം അല്ല, ഇത് ന്യൂസ് ഫ്ലോർ ആണിത്. ന്യൂസ് ഫ്ലോർ? എന്റെ ദൈവം ചോദിച്ചു നന്നായി കേട്ടാ, ഇല്ല ഇവിടെ മെനകേടാക്കിയത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അയ്യോ എന്റെ ദുൽഖർ സൽമാനെ അപ്പുറത്തോട്ടൊന്ന് പോയി നിൽക്കാവോ? ദുൽഖർ സൽമാനല്ല, ചാർലിയാന്നാ വിചാരം. ചാർലി. പിന്നെ ഞാൻ ഈ കോൺഗ്രസ് വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? കോൺഗ്രസ് അല്ല, കോൺഫറൻസ്. ആണോ? അത് വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇപ്പൊ TV അവാർഡ്സിന്റെ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലാ ചാനലും ഇപ്പൊ TV അവാർഡ്സ് നടത്തുന്നു. അത് ശരി. നമ്മുടെ ചാനൽ ഒരു TV അവാർഡ്സ് നടത്തിയാലോ എന്ന് എനിക്കൊരു ആലോചന. സാറേ അതൊക്കെ നടത്തണമെങ്കിൽ ചിക്കിലി വേണം. അതിനെന്തിനാണ് ടെൻഷൻ? ഒരു വലിയ സ്വർണ്ണ വ്യാപാരി നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒരു പൊങ്ങച്ചൻ. പൊങ്ങച്ചനാണോ പേര്? പേരല്ല, അത് അയാളുടെ സ്വഭാവമാണ്. ഒരു മുളന്താനാന്ന് പൊക്കി വിട്ടാ മതി, പൊങ്ങി അങ്ങ് പൊക്കോളൂ. പക്ഷേ ഈ പ്രോഗ്രാമിനിടയ്ക്ക് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നുണ്ട്. ഒരു നിർധന യുവാവിന് 1 ലക്ഷം രൂപ ഞാൻ ധനസഹായം നൽകുന്നു എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതെ, ഇവിടെ ശമ്പളം കിട്ടാത്ത കുറച്ച് നിർധനരായ യുവാക്കളുണ്ട്. അതെ, നല്ലൊരു പടവാദി എടുത്തുണ്ടോ മര്യാദക്ക്, എന്നിട്ട് ഞാൻ പണം തരാം. അതെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ TV അവാർഡ്സിന് നല്ല കിടുക്കാച്ച് 2 ആങ്കേഴ്സ് വേണം. ഒരാണും ഒരു പെണ്ണും. ആണിന്റെ കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. പക്ഷെ നല്ല കിടുക്കാച്ച് ഒരു പെൺകുട്ടി വേണം. അപ്പൊ ഞാനോ? മൊത്തം ഉണ്ടല്ലോ. അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക് തന്നെയല്ലേ. സാറിന് ഇപ്പൊ എന്താ പ്രശ്നം? ആങ്കേഴ്സ് വേണം. ഈ സതീശനോട് പറ, എത്ര എണ്ണത്തിനെ വേണമെങ്കിലും ഞാൻ കൊണ്ടുത്തരും. നല്ല കുലീനത്തുള്ള, നല്ല സുന്ദരിയായ, നല്ല കുടുംബത്തിൽ പിറന്ന നല്ല അടിപൊളി സുന്ദരി പെണ്ണുങ്ങളെ ആണോ ഈ സതീശൻ കൊണ്ടുവരും. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ചാനലിന് വേണ്ടി ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അടിപൊളിയായിരിക്കണം, നല്ല മിടുക്കിയായിരിക്കണം. ഓക്കെ സാർ, ധൈര്യമായിട്ട് ഏർപ്പാട് ചെയ്തു. ഓക്കെ, ഞാൻ കൊണ്ടുവരാം. ഓക്കെ 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 പ്രതീക്ഷ. ഓക്കെ ഡൺ. അപ്പോഴേ സുനിതേ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓഫീസിൽ ഇരുന്ന് പ്ലാൻ ചെയ്യാം. തുറന്നോളൂ. പിന്നെ ഇത് സതീഷിനെ ഏൽപ്പിച്ചു വേണ്ട, അവിടെ ആരുമില്ല. പോകുമ്പോ പറഞ്ഞിട്ട് പോണ്ടോ, ആളെ മൈൻഡാക്കുക. സാർ ഈ മേക്കപ്പ് സതീഷിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? സാർ ആങ്കർ ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ വേണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നല്ല സുന്ദരികളായി 5 പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. വാ. സാർ ഇവിടെ എത്തിയ വേണ്ട 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 വേണ്ട, ഇരിക്കണ്ട. വേണമെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നോളൂ. പൊസിഷൻ MD ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത്? മറ്റേ ആങ്കർ ചെയ്യാൻ വേണ്ടിട്ടേ കൊണ്ടുവന്നു. എവിടെ? ഞാൻ വിളിക്കാം സാറേ. അയ്യോ വേണ്ട, അതിനു മുമ്പ് എന്റെ ഫേസ് ഒന്ന് ടച്ച് ചെയ്തേരെ. ഓ, അതെങ്ങനെ ചെയ്താൽ ഇത്രയൊക്കെ ഉള്ളന്നേ? വിളിക്കട്ടെ? വിളിക്കൂ. കമാൺ ഗേൾസ്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണീ മാസങ്ങളിൽ നല്ല കന്നിമാസം. അയ്യോ സതു, അതെ എന്റെ FB ഫ്രണ്ടാ. ഇങ്ങനെ വിളിച്ചപ്പോഴേ പോകുന്നു. എന്തിനാ വിളിച്ചത്? കണ്ണു കാണിച്ചാ പോരായിരുന്നു. എന്താ കുമാരികളുടെ പേര്? സാർ, എൻ്റെ പേര് പച്ചാളം ചന്ദ്രിക. പുല്ലനാട് സ്വാതി. അയ്യോടാ, എന്താ? കായംകുളം സുമതി. കായംകുളം സമിതി? ഏത് സമിതി? സമിതിയല്ല, കായംകുളം സുമതി. ഓ, നെക്സ്റ്റ് കോട്ടയം ഗിരിജ. ഓ, ഗുഡ് ഗുഡ് ഗുഡ്.
സതി സതി തന്റെ നയനാഭുജങ്ങൾ സ്വതന്ത്രമാക്കി എന്നോടൊപ്പം ഒന്ന് വരാമോ? എന്തിനാണ് സാർ? എണീച്ച് വരാൻ. സതീശ, ഈ ആങ്കറിങ് എന്ന വാക്കുകൊണ്ട് നീ എന്താ അർത്ഥമാക്കുന്നത്? അല്ല ഈ സ്റ്റേജിൽ കയറി അതും ഇതും പറയണല്ലേ? സ്റ്റേജിൽ കയറി അതും ഇതും പറയുന്നത് തന്നെ. പക്ഷെ ഇതുങ്ങളൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തിയാൽ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനാണോ? സംഭവം ഫെയിലായ ഈ മാതിരി പരിപാടി കൊണ്ട് കിടന്നാൽ നീ ജയിലിലാകും. അവർ നല്ല ടോപ്പ് ടീമാണ്. സതീശ, അവരവരുടെ ഫീൽഡിൽ ടോപ്പായിരിക്കും, പക്ഷെ അത് ഇവിടെ വേണ്ട കേട്ടോ. അയ്യോ കുറച്ച് താത്ത് അണ്ണാക്കിലേക്ക് ഉണ്ടോ എൻ്റെ കൈ? ഇതേ ഇതേക അങ്ങനെ 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 അങ്ങോട്ട് പോയിട്ട് ഇവിടെ എത്തിയാൽ ഓക്കെ ഓക്കെ ആവും. കണ്ടോ, ഇല്ല, ഞാന് എല്ലാം ശരിയാക്കുക. ഇയാൾക്ക് ഇപ്പൊ കണ്ണിന് കുഴപ്പമില്ല. ക്യാമറ കൂടെ നോക്കുമ്പോഴേ അങ്ങനെ കണ്ണിന് കുരുവുള്ളൂ. ഇവിടെ മൂടൽ മഞ്ഞേ അവിടുന്ന് ശരി. ആ ശരി, രവിയല്ല എനിക്കാരും കൊണ്ട് ചെമ്മീൻ കെട്ട് കെട്ടും കെട്ടി വന്നോ? ചെമ്മീൻ കെട്ടോ അണക്കെട്ട്. ഇനി ഈ ഗോപികുമാറിന്റെ ചേലയുടെ കവർന്നോട് പോവോ എന്റെ ഉണ്ണിക്കണ്ണൻ? അല്ല മോനെ, ഞാനിവിടെ ക്യാമറ ഫിഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യേനി. അങ്ങനെ ഉണ്ടാക്കണ്ട, ടെസ്റ്റിംഗ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ദയവ് ചെയ്ത് എന്റെ വിശ്വസുന്ദരികളൊന്ന് പോയി തരാമോ? അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തവന്മാർ ഓരോരോ കാരണം പറഞ്ഞ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലീസ് ഒന്നിറങ്ങിയ ചേലക്കാണ് പോകുന്നത്. ആരും പോണ്ട മക്കളെ, ഒറ്റയാൾ പോകണ്ട. ഞാൻ പറഞ്ഞത് കേട്ടാ മതി, മനസ്സിലായിക്കണം. ഇന്റെ വാക്കിനാണ് ഇവിടെ രണ്ടാരും പേടിക്കുന്നതല്ല. ഒരാരായാലും ഇവിടെ സംസാരിക്കേ. ഇവിടെ ഞാൻ പറയുന്ന അവസാന വാക്ക് അല്ലാന്ന് ആരാണ്ടോ ഇവിടെ സംസാരിക്കും. ആയിക്കോട്ടെ. അതെ, മുളുവിനോട് ഞാൻ പയ്യെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? എന്താ? ഒരു ചാനലായാൽ അതിന്റെ മുമ്പിൽ ഈ കമ്പെ തുണി ചുറ്റിയാൽ മതി. അത് നോക്കി നിൽക്കാൻ കുറെ വായി നോക്കികൾ വരും. പ്രത്യേകിച്ച് ഇതിന്റെ MD ഹരിചന്ദ്രൻ, അവൻ ഇതിന്റെ ഉസ്താദാ. അതുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി ഒട്ടി നടന്നോണം. ആര് ചോദിച്ചാലും എന്റെ ഭാര്യയാന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞോണം. ശരി, പറഞ്ഞോളാം. ഓക്കെ, കമോൺ ബേബി. ഓയ്യാ അയ്യോ സാറത്തെ നേരത്തെ പൂർണ്ണമെന്ന് കരുതി പോന്നതല്ല. ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ കുറെ കോന്തന്മാർ ചുറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നേരെ ഇങ്ങ് വിട്ടു പോകുന്നു. അതാണ് നേരത്തെ എത്തിയത്. അല്ല മോനെ, സ്റ്റുഡിയോയിലൊക്കെ ഇവിടെ താറാവ് എത്തിയിട്ടുണ്ട്. എന്തത് താറാവോ? ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ അവാർഡ് ഷോയുടെ മെയിൻ സ്പോൺസറാണ് മൻമോഹൻ സാർ. വെറും മൻമോഹൻ അല്ല, മിനിമിനും സ്വർണങ്ങൾ നൽകുന്ന മിൻമിനി ജുവലേഴ്സിന്റെ ഏക ഓണർ മിൻമിനി മിസ്റ്റർ മനോഹരൻ. മനുമോഹൻ കുറെ പേരുള്ളതുകൊണ്ട് ഏതാ പറയണ്ടെന്ന് ഒരു ഉത്തരവാദിത്വമില്ല എനിക്ക്. മകളെ പരിചയപ്പെടുത്തിയില്ല. മകളോ? ഇതെന്റെ വൈഫാണ്, ഭാര്യ. അപ്പൊ നിങ്ങൾ പ്രേമ വിവാഹമായിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, ഈ പ്രേമിക്കുന്നവർക്ക് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് എന്ത് കറക്റ്റാണ്? എന്താ പറഞ്ഞു? അല്ല, ഈ സാറിന്റെ കണ്ണും മൂക്കും കാണാൻ നല്ല രസമാണ് എന്ന് പറയുകയായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇയാളെ കണ്ണും മൂക്കും എന്റെ ഭാര്യയുടെ നേരെയാണല്ലോ. പേടിക്കണ്ട, ഫിലമെന്റ് അടിച്ചു പോയതാ, കാണില്ല. എന്നാലും എനിക്കൊരു വിശ്വാസം പോരാ. കാരണവന്മാരെ അത്ര നമ്പാൻ പാടില്ല. ഓക്കെ, ഇത് ഓക്കെയാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കേണ്ട, മാറ്ററിലേക്ക് വാ. ഓക്കെ, കം ദ പോയിന്റ്. കം ഓൺ ബേബി. ഓയ്യാ, നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. അല്ല, സാറിനോടെല്ലാം ഞാൻ പറഞ്ഞതാണല്ലോ. ഓക്കെ, നിങ്ങളുടെ ഈ ഫുൾ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാം. ഞങ്ങളുടെ ജുവലറി സ്പോൺസർ ചെയ്യാം. വളരെ ഉപകാരം. പക്ഷെ എനിക്ക് ഒരേ ഒരു സജഷനേ ഉള്ളൂ. എന്താണ് സാർ? എന്റെ ഈ ഭാര്യയെ കൊണ്ട് ഇതിന്റെ എല്ലാം വിളിച്ചു പറയിപ്പിക്കണം. അയ്യോ, എങ്ങനെ? ഈ മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ഇങ്ങനെ പറയിക്കല്ലേ, ഇത് ചെയ്യിപ്പിക്കണം. ആ, അങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഒന്നില്ല, അത് ചെയ്യിപ്പിക്കണം. സാർ, സന്തോഷമുണ്ട്. ഇതുപോലൊരാളിനെയാണ്, ഇതുപോലൊരു കുട്ടിയാണ് ഞങ്ങൾ തപ്പി നടന്നത്. ഇനി അങ്ങനെ തപ്പി നടക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും എന്റെ ഭാര്യ ഓക്കെയാണ്.
I never use this Dandanaka. Anna, you are putting a brand for me, Dandanaka. Dandanaka, naka, 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 Dandanaka, naka. Dandanaka, naka, 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 Dandanaka, naka. எங்க தல டியாரே சண்டிமண்டுல தார்மாரே மைதிலி காதிலி இன்னாரு அவர் உண்மையா லவ் பண்ண சொன்னாரு மச்சான் அங்க தாண்டா தல நின்னாரே டண்டனகா நகா 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 டண்டனகா நகா டண்டனகா நகா 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 டண்டனகா நகா சைட் அடிக்க ஆசமச்சி மேரேஜ் பொண்ணனு காதலிச்சி யாரு எவருன்னு தெரியாம லவ் பண்ணுண்ட மனசுல அறியாம லவ் பண்ணாதடா இது புரியாம டண்டனகா நகா 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 டண்டனகா நகா டண்டனகா நகா 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 டண்டனகா நகா മനസ്സിലായി സ്പീക്കിംഗ്. ഞാനൊരു ടി വി വാറിന്റെ ഭാഗമായിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, തിരക്കല്ലേ, ഒരു 4 ദിവസം കഴിഞ്ഞ് വിളിക്കും. ഓക്കെ 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 തിരക്കായ എക്സ്ക്യൂസ് മീ മാഷെ, ഈ ഡാൻസ് ഒന്ന് നിർത്തിയ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആര് ഡാൻസ് കളിച്ച്? ചെരുപ്പിന്റെ അടിയിൽ ഒരു കല്ല് കയറി ചവിട്ടി പൊട്ടിക്കാനും പറ്റത്തില്ല. ആഹാ, അതായിരുന്നോ? അതെ, ഞങ്ങള് ഡാൻസ് ടീമെല്ലാം റെഡിയാണ്. എവിടെ കൂടെ കളിക്കാൻ? സിനിമ എവിടെ? അയ്യോ, സിനിമ ഇപ്പം എത്തും. റൂമിൽ നിന്ന് പുറപ്പെട്ടു, 5 മിനിറ്റിനുള്ളിൽ വരും. എന്നാലും ഇത് എന്ത് സംഭവിച്ചത്? എന്താ സംഭവിച്ചേ? ഇത്രയും സുന്ദരിയായ കൊച്ചിന് ആ മരമണ്ണാനെ പോലത്തെ ഒരു ചെറുക്കൻ ഒരിക്കലും താങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. എന്നാ കാശ് മൂച്ച് കിട്ടിയായിരിക്കും അല്ലേ? അയ്യോ അല്ല, വളരെ ബോറാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റൂല. കുട്ടിയൊത്തവരുണ്ട്, കുട്ടികളൊന്നും ആയിട്ടില്ല. ശ്രമിക്കണ്ട, ഇനി ബാധ്യതയാകും അതൊക്കെ. അയ്യോ, ഒന്നാതെ പ്രായമുള്ള മനുഷ്യനാണ്, വഴി കിടന്ന പോലെ അറ്റാക്കുമ്പോൾ ചത്തുപോകൂലേ. പിന്നെ അഥവാ ഇനി അടുത്തൊരു കല്യാണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കൊച്ചുങ്ങളൊക്കെ ഒരു ബാധ്യതയാകും. അതുകൊണ്ടാണ് കേട്ടാ. മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ കണ്ണിലൊഴിക്കണ ഒരു മരുന്നുണ്ട്, അത് ഒഴിച്ചു തരാം കേട്ടാ. അയാളെ കണ്ടിട്ട് ഈ ചാണകം വഴി തന്നെ അത്തിട്ട് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും, ഭയങ്കര പോറ്. കണ്ണേ തെളിയാൻ എന്നാ പോക്കുന്നതിനാണ് കാണിക്കുന്നത്? കണ്ണിൽ മരുന്നൊഴിക്കായിരുന്നു. മരുന്നൊഴിച്ച് നീ ആദ്യം കണ്ണി മരുന്നൊഴിക്കും, പിന്നെ മരുന്ന് കൊടുത്ത അവളെ മയക്കുന്നേ. അല്ലേലും നിനക്കതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ. ഒറ്റ കണ്ണി മരുന്ന് കൊടുക്കാൻ കണ്ണ് തുറന്നെങ്കിൽ ഇരുന്ന് കൊടുക്കാം. അവള് നടക്കണേ അങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാവേ? ഷോ തുടങ്ങാറായെങ്കിൽ എന്റെ ഭാര്യ കൊണ്ടുവരാൻ എനിക്കറിയാം. ഉടനെ ഒരാൾ വന്ന് കൈക്ക് പിടിച്ച് ആ കൂടെ ഒന്ന് ഇറങ്ങി പോകാനോടെ. സമയമായെങ്കിൽ നിന്നെ അവിടെ എത്തിക്കാൻ എനിക്കറിയാം. ഞാനാണ് ഇതിന്റെ സ്പോൺസർ. MD എന്ന് പറഞ്ഞ് കോട്ടിട്ട് നടക്കുന്ന തെണ്ടി ഒറ്റ മരുന്നൊഴിക്കാനും. നടക്കണേ അങ്ങോട്ട്. വെരി ബ്യൂട്ടിഫുൾ. കമാൻ ബേബി. ഓയ്യാ, കേട്ടാ. അങ്ങനെ ഹരിചന്ദ്രൻ കണ്ട സ്വപ്നം സഫലമായി. നാടോടി വിഷൻ TV അവാർഡ്സിന്റെ തിരശ്ശീല ഇന്നിവിടെ ഉയരുകയാണ്. Good evening, Tavalangulam.
എനിക്കറിയാം, എന്നെ പാപ്പിച്ചണ്ട. MD ആണ്, MD പാപ്പിച്ച. മിനിമിന മിന്നും മിൻമിനി ജുവലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവേർഡ് ബൈ ചന്ദ്രാസ് പപ്പടം വർക്സ് ഗുരുവായൂർ. തിരഞ്ഞുപിടിച്ച് പുരസ്കാരം നൽകുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവമായ പുരസ്കാര മേള. ഇവിടെ ഇന്ന് ടെലിവിഷൻ ചരിത്രം വഴിമാറുകയാണ്. പഴയ വഴി മറന്നുപോയോ? എല്ലാ ചാനലും ഒരു കുടക്കീഴിൽ. അപ്പൊ എന്നാ കൊടയായിരിക്കും അതിന്റെ. അതെ, മിനിമിന മിന്നും മിൻമിനി ജുവലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവേർഡ് ബൈ ചന്ദ്ര പപ്പടം വർക്സ് ഗുരുവായൂർ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന പുരസ്കാര മേളയിൽ സീരിയലുകളെ കാറ്റഗറീസ് ആയി വേർതിരിച്ചാണ് പുരസ്കാരം നൽകുന്നത്. കാറ്റഗറീസ് ഇതൊക്കെയാണ്. കാറ്റഗറീസ് അല്ല സർ, കാറ്റഗറീസ്. കാറ്റഗറീസ് ഇതൊക്കെയാണ്. മികച്ച കിഴങ്ങൻ ഭർത്താവ് ഇൻ സീരിയൽ, മികച്ച കിഡ്നാപ്പിംഗ് ഇൻ സീരിയൽ, മികച്ച ബാലവേല ഇൻ സീരിയൽ, മികച്ച ആഭരണം ഇൻ സീരിയൽ അഥവാ മികച്ച ഓർണമെന്റ്സ് ഇൻ സീരിയൽ. ഇതിന്റെ ഓരോ കാറ്റഗറീസിന്റെ പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഈ ഷോയുടെ അവസാനം ഒരു നിർധന യുവാവിന് 1,00,000 രൂപ MD ആയ ഞാൻ കൊടുക്കുന്നു. അതെന്ത് മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അതെ, മിനുമിന മിന്നും മിൻമിനി ജ്വല്ലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവേർഡ് ബൈ ചന്ദ്ര പപ്പടം വർക്സ് ഗുരുവായൂർ. ഈ പുരസ്കാര നിശയ്ക്ക് ഞാൻ ശമ്പളം തരത്തില്ല കേട്ടോ. വേണോ പടം തന്നെ. ഈ പുരസ്കാര നിശയ്ക്ക് നിറമേകുവാൻ പ്രശസ്ത സീരിയൽ താരം മാലിനി കുര്യൻ അവതരിപ്പിക്കുന്ന ഒരു കിടക്കാച്ചി ഡാൻസ്. Nimda zingenim simba simba ripos. रहा किलिकी पिपी फिलिफी जिवला क्रोइकी उन्नोडु नोमुओ छाओ डंबा डंबा बुगो किलिकी बाहा किलिकी रहा किलिकी पिपी फिलिफी जिवला क्रोइकी उन्नोडु नोमुओ छाओ डंबा डंबा बुगो किलिकी Tire hufu min kle bahas nudu min ta pashte daru min kle kili ke brudu zaba baha baza baha muwa mruksa baha baha kimaro maro maro kimaro maro maro kimaro kili ki maro 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 kili ki kimaro maro maro kimaro maro maro kimaro kili ki maro 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 kili ki Cruel pues Sexy kiliki dooley kiliki pipi filifi zula damuki febo sibo no no damba damba bugo kiliki Who koi krale labe who oi kwake kawe who oi rute rute who oi tore tore zaba baha baza baha muwa mrutsa baha baha Kimaro maro maro kimaro maro maro kimaro kili kimaro maro maro kili ki kimaro maro maro kimaro maro maro kimaro kili
kiliki maro 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 kiliki. Nim speak min surpu uno dap sasla fonekwe. ഹലോ തവളക്കുളം, ആർക്കും എന്താണ് ഒരു എനർജി ഇല്ലാതിരിക്കുന്നത്? ഒന്നാം തീയതി ആയതുകൊണ്ടാണോ? ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കണ്ടായിരുന്നു. ഇനി അവാർഡ് പ്രഖ്യാപനത്തിനായി കിടക്കാം. ഫസ്റ്റ് കാറ്റഗറി മികച്ച ആഭരണം ഇൻ സീരിയൽ. എല്ലാ നോമിനേഷനുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒന്നാമതെത്തിയ സീരിയൽ. സ്വന്തം വീട്ടിൽ മരണം നടന്നാൽ പോലും ആഭരണം ഊരി വെക്കാത്ത കൊച്ചമ്മമാരുടെ ഓവർ ആക്ടിന്റെ കഥ പറയുന്ന സീരിയൽ ആഭരണമഴ. എന്റെ അമൃതമോള് പടം വരയ്ക്കുകയാണ്. അതെ മുത്തച്ഛ. എന്ത് പടമാണ് എന്റെ മകൾ വരയ്ക്കുന്നത്? പട്ടി റൊട്ടി തിന്നുന്ന പടാ മുത്തച്ഛ. എന്നിട്ട് റൊട്ടി എവിടെ? റൊട്ടി പട്ടി തിന്നു. അപ്പോൾ പട്ടിയോ? റൊട്ടി തിന്നാ പിന്നെ പട്ടി നിൽക്കുവോ? പട്ടി പട്ടിയുടെ പാട്ടിന് പോയി. എന്റെ മോളുടെ പേരും പ്രശസ്തിയും ഈ മുത്തച്ഛൻ ലോകം മൊത്തം അറിയിക്കും. മോൾക്ക് ഇഷ്ടപ്പെട്ട വിദേശ രാജ്യങ്ങളായ മദ്രാസ്, ചെന്നൈ, കാട്ടാക്കട, വർക്കല, ചാമത്തറ, തൊണ്ണംകുഴി എന്നീ വിദേശ രാജ്യങ്ങളിലൊക്കെ മോളുടെ പേരും പ്രശസ്തിയും ഈ മുത്തച്ഛൻ അറിയിക്കും. എന്റെ മകളെ ദൈവം കലാദേവി അനുഗ്രഹിക്കട്ടെ. അമൃത, അമൃത, അമൃത. എന്താ അമ്മേ? നീ എന്താ അർജുന് ചായ ഇട്ട് കൊടുക്കാഞ്ഞേ? ചിത്രം വരയ്ക്കുന്നതിനിടെ ചായ ഇടാൻ മറന്നുപോയാ. അമൃത, നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? എത്ര തിരക്കാണെങ്കിലും നമ്മൾ ചായ ഇടാൻ മറക്കരുത്. നല്ല രീതിയിൽ ചായ ഇട്ടാലേ നമ്മുടെ ജീവിതം നന്നാവും. ഇന്ന് ഞാൻ ഇപ്പൊ തന്നെ ചായ ഇട്ടിട്ട് വരാം. വേണ്ട, ഇനി നീ എടുക്കണമെന്നില്ല. പിന്നെ അമ്മ എന്താ പറയുന്നേ? ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, വർഷേ. എന്തായാലും അമ്മേ, നിനക്കെന്താ ചായ ഉണ്ടാക്കിയാൽ? എനിക്കൊന്നും വയ്യ ചായ ഉണ്ടാക്കാൻ. ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ. വേണ്ടമ്മേ, ഞാൻ തന്നെ ചായ ഉണ്ടാക്കാം. മോളെ, നിനക്ക് ഇത്ര സ്നേഹം എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തൊരു സ്നേഹം! എന്നാൽ ഇവളെ കൊണ്ട് ചായ ഇടിയിക്കരുതല്ലേ? അമ്മ ഒരു ചായ ഇട്. അയ്യോടി, ഞാൻ തന്നെ ചായ ഇടണോ? വേണ്ട, ഇവരെ കൊണ്ട് ചായ ഇടിയിപ്പിക്കണ്ട. കാരണം ഇവർ ഓവർ ആക്ഷൻ കാണിച്ച് മൊത്തം ചായ നിലത്ത് കളയില്ല. ഒരു തുള്ളി പോലും കുടിക്കാൻ കിട്ടത്തില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാനൊന്നും പറയുന്നില്ലേ. എന്തിനാ പറയിപ്പിക്കുന്നത്? ആവശ്യത്തിന് മുഖത്ത് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ പോയി എനിക്കൊരു ചായ ഇട്ടോണ്ട് വാ. വേണ്ടമ്മേ, ഞാൻ തന്നെ ചായ ഉണ്ടാക്കിക്കോളാം. അയ്യോ വേണ്ട, നിന്റെ ചായയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ആരും ഇങ്ങനെ ബഹളം വെക്കണ്ട. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇനി വീട്ടിൽ ഇത് ആവർത്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യും അർജുൻ? നമുക്ക് പുറത്തു പോയി റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കാമേ. മോനെ, നിനക്ക് ഇത്രയും സ്നേഹം കുടുംബത്തോടുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ റെസ്റ്റോറന്റിൽ പോകുമോ? ചായ കുടിക്കുമോ? ചായക്ക് മധുരമുണ്ടാകും. കാത്തിരുന്നു കാണുക. തിരിച്ചറിയും. പ്രേക്ഷകർ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ദിവസം ഇത് വലിച്ചെറിയും. അതുവരെ ഇത് നീട്ടിക്കൊണ്ടു പോകും. നിങ്ങൾ കണ്ടല്ലോ, ഒരു ചായയും കുറെ ആഭരണങ്ങളും വെച്ച് ഒരു എപ്പിസോഡ് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനുള്ള തൊലിക്കെട്ടി ഇവർക്ക് മാത്രമേ ഉള്ളൂ. ആ തൊലിക്കെട്ടിക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. സർ, അവരുടെ ഭാഗത്ത് നിന്ന് അവാർഡ് വാങ്ങാനായി ആരും എത്തിയിട്ടില്ല. ആരും വന്നില്ലയോ? ഇല്ല. എങ്ങനെ വരും? നാണവും മാനവും ഉള്ളവർ ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ വരുമോ? ആർക്കാ നഷ്ടം? കൊണ്ടുവച്ചാരെ
ഇതിലും വലിയ തൊലിക്കെട്ടുള്ളവർ അടുത്ത പ്രാവശ്യം വരും, അപ്പൊ അവർക്ക് കൊടുക്കാം. എന്താ എന്താന്ന് അത് തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എന്താന്ന് എക്കോ അടിക്കണമെന്ന് അതിനകത്ത് എഴുതി വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഒന്ന് വായിച്ചു വിട്ടെ, ഞാനിപ്പോ വരാം. അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് കിടക്കാം. മികച്ച കിഴങ്ങൻ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ ആ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ അമ്പിളികുമാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇല്ലേ, ആ ആർട്ടിസ്റ്റ് ഇന്ന് വരത്തില്ലെന്ന്. അയ്യോ, വരത്തില്ലെന്ന്? അവരെ ചാനലിൽ നിന്ന് വിടുന്നില്ലെന്ന്. ഏത് ചാനൽ? എന്തൊരു കഷ്ടമാന്ന് പറയാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാറേ. ഞാൻ എന്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാ? എന്റെ മുത്ത്, ഞാനിപ്പോ എന്തോ ചെയ്യുമെന്ന് പറയാ. ഒരു കാര്യം ചെയ്യും, മുത്തൊരു ഡാൻസ് കളിക്കും. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് വർഷങ്ങളായി. അവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? കലോത്സവത്തിനൊക്കെ കളിച്ച ഡാൻസ് ഇല്ലേ? സാറേ, എനിക്കറിയാവുന്ന ആകെ ഒരു ഡാൻസേ ഉള്ളൂ. ഏത് ഡാൻസ്? മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റേ ഒരു മുറി. അത് മതി, അതിവിടെ പുതുമയായിരിക്കും. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? കൂടെ കളിക്കാൻ ഒരാള് വേണം. കൂടെ കളിക്കാൻ ഒരാളോ? അത് കുഴപ്പമില്ല, ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്തോളാം. അവസാന നിമിഷം കാല് വരരുത്. ഒരു കാലും മറ്റോ ഇല്ല. ഇപ്പൊ കറക്റ്റ് സമയത്ത് ഒരാളെ അങ്ങോട്ട് കയറ്റി വിട്ടാ പോരെ? അതിന് ഞാൻ ഒരാളെ കയറ്റി വിട്ടോളാം. മുത്ത് ധൈര്യമായിട്ട് മേക്കപ്പ് ചെയ്യും. ഞാനും വരാം. അല്ല, സാറ് വന്ന് അവിടെ ആങ്കർ ചെയ്യുന്നേ? അയ്യോ, അത് നമ്മുടെ ആ മിന്നാമിന്നി ജ്വല്ലറിന്റെ ഓണറല്ലേ? മിന്നാമിന്നി അല്ലേ സാറേ, മിൻമിനി. എന്തായാലും വേണ്ടിയില്ല, ആ പുളുത്താനെ അങ്ങോട്ട് കയറ്റി വിടാം. അയ്യോ, അയാളൊക്കെ ചെയ്ത് നേരെയാവോ? പറഞ്ഞത് കേട്ടാ തോന്നും ബാക്കിയെല്ലാം നേരെ ചെയ്തെന്ന്. അയാൾ നമ്മുടെ മെയിൻ സ്പോൺസറാണ്. ഓ, ശരി ശരി ശരി. എന്നാ അടുത്ത കാറ്റഗറി നമുക്ക് അനൗൺസ് ചെയ്യാം. മികച്ച കിഡ്നാപ്പിംഗ് ഇൻ സീരിയൽ. മിനുമിന മിന്നും മിൻമിനി ജ്വല്ലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവർഡ് ബൈ ചന്ദ്ര പപ്പടം വർക്ക്സ് ഗുരുവായൂർ. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഷോയുടെ അവസാനം ഈ ചാനലിന്റെ MD ഒരു നിർധന യുവാവിന് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുന്നതാണ്. ഇനി നമുക്ക് അവാർഡ് പ്രഖ്യാപിക്കാനുള്ള സമയമായി. മികച്ച കിഡ്നാപ്പിംഗ് ഇൻ സീരിയൽ പാരസ്വരം. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി പാരസ്വരത്തിന്റെ ഡയറക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടിയാവാം. നിങ്ങളുടെ ഈ സീരിയല് സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകരാണ് ഞങ്ങൾ. ഞാനിവള് ഒറ്റ എപ്പിസോഡ് പോലും വിടാതെ വെച്ചേക്കട്ടോ. ആ തീവ്രവാദികളെ വെച്ച് നിങ്ങളെ ചെയ്ത എപ്പിസോഡല്ലോ, അത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തൊരു സാധനമാണ്. അത് കാണുമ്പോൾ അറിയാം, അപ്രീഷിയേറ്റിംഗ് ആയിരിക്കും. അംഗീകരിക്കാൻ പറ്റിയല്ല. അമ്പലപ്പുറമ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു കളിത്തൂക്കമായിട്ട് ആ തീവ്രവാദികളെയും അതിൻ്റെ അകത്ത് നായകൻ്റെ അമ്മയൊക്കെ മാസങ്ങളോളം നിങ്ങൾ മുൾമുനെ നിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതിന് മലയാളത്തിൽ പറഞ്ഞാൽ തൊലിക്കെട്ടി എന്നാണ് പറയുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മെനകേടുകൾ കാണിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്നെ കളിയാക്കുവാണോ അതോ പുകഴ്ത്തുവാണോ? ഇത് പൂഴ്ത്തിയതാണ്, തീർന്നില്ല, ഇനിയുണ്ടെന്നാ തോക്ക്. അയ്യോ, ഇത് നിങ്ങൾ ആ സീരിയലിൻ്റെ അകത്ത് വെള്ളം ചെറ്റിത്ത തോക്കല്ലേ, ഇത് പിന്നെ ഊർജിലാണ്. അല്ല, ഇതെന്തിനാ എനിക്ക്? ഇത് എന്നാത്തിനാന്നോ, നിങ്ങളുടെ ഈ സീരിയൽ കാണുന്ന പ്രേക്ഷകരില്ലേ, അവരെ വെടിവെച്ച് കൊല്ലാനാണ്. ഞങ്ങൾ മിഷ്യങ്ങനാണ് അന്വേഷിച്ചത്, ഒരുപാട് നടന്നിട്ട് ആ സാധനം കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ഉണ്ട വെച്ച് കിട്ടുന്നവരെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കൊന്നതാ. പ്ലീസ് ഒന്ന് കൊന്ന മാലിന്ന് കൈവിട്ടെ, കൊല്ലടാ. അല്ല, കൊന്നേച്ചു നീ ഇത് കാണേണ്ട അവസ്ഥ വരിക. എന്തേലും ഒന്ന് ചെയ്തിട്ട് ചെന്നിട്ട് പോടാ, കൊല്ലടാ. നാട്ടിൽ എന്തോരം പണികൾ കിടക്കുന്നു, ആ പണിക്കൊന്നും പോകാതെ ഇതേപോലെ മെനക്കെട്ട സീരിയൽ ചെയ്യാനായിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമാണോ? അതെ, ഇഷ്ടമായ അഭിപ്രായം ഒന്നും ചോദിക്കണ്ട, നീ ചുമ്മാ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോ അടുത്തതായി
അമ്പിളികുമാരിയും സംഘവും അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ നൃത്തം. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நான்தான், உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா. സാറെന്താ ഈ വേഷത്തില്? ഒരുത്തനെ കയറ്റി വിടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ ചതിച്ച് വന്നില്ല. പിന്നെ ഞാൻ ഈ വിട്ടി വേഷം കെട്ടി. വേഷം കെട്ടിയെന്ന് പറഞ്ഞാൽ മതിയാലോ. എന്റെ പൊന്നു സാറേ, ഇത് കൊള്ളാക്കരുത്, നാണം കെടുത്തരുത്. എന്റെ പിള്ളേരും ഭാര്യയൊക്കെ ഫ്രണ്ട് വന്നിരിപ്പുണ്ട്, പ്ലീസ്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്റെ ഫാമിലി വന്നിട്ടുണ്ട്, ആൾക്കാർ നോക്കുന്നുണ്ട്. സാർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ. സാറത് സ്പീഡ് കൂടി പോയതാ. നിർത്താൻ പറ സാറേ, നിർത്താൻ പറ. ഡാൻസ് അത് ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനെയൊക്കെ കയറ്റി ആങ്കറിങ് MD ഒക്കെ ആക്കും. പിന്നെ എന്നാ ചെയ്യും? സ്റ്റേജ്. ഓ സോറി, കമോൺ ബേബി. ഓയ്യ മിനുമിന മിന്നും മിൻമിനി ജ്വല്ലേഴ്സ് നാടോടി വിഷൻ TV അവാർഡ്സ് പവർഡ് ബൈ ചന്ദ്ര പപ്പടം വർക്ക്സ്. ബാക്കി പറ. നീ പറ, എനിക്ക് നാക്കൊടുക്കും, അതല്ലേ ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്. പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, അടുത്തതായി നമുക്ക് നല്ലൊരു മാജിക് ഷോ കാണാം. എല്ലാവർക്കും മാജിക് ഷോ ഇഷ്ടമല്ലേ? കേൾക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് കേട്ടല്ലോ, പറഞ്ഞാൽ മതി, അവർ റെഡി ആയിക്കോളും. നമുക്ക് നല്ലൊരു മാജിക് ഷോ കാണാം. ഓയാ മതി മതി, നീ അങ്ങോട്ട് അവിടെ പോവാ. അല്ല, അങ്ങോട്ടല്ലേ? ഓ അത് ശരി, അവിടെയാണല്ലോ മേക്കപ്പ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വാടി. ഇയാളെ കൊണ്ട് വലിയ ശല്യം. നടക്ക്. എന്നെ മായിക്കാനും വരാത്ത കാശ് മാഞ്ചോണ്ട് ആ വഴിക്ക് പോയോ? വരും, ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്താണ്? ഹലോ എംബശിഷം പോലെ 3-4 പ്രാവശ്യം പറയണ്ട, ഒറ്റ പ്രാവശ്യം മാജിക് എന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് അത് മനസ്സിലാകും. അല്ല ഇതാരേത്? ഞാൻ ഇതിന് പൈസ മുടക്കുന്ന ഇതിന്റെ സ്പോൺസർ. ഇതാരേത്? ഇതെന്റെ വൈഫാണ്, ഞാൻ കാശ് മുടക്കുന്ന എന്റെ മുതല്. ആണോ? നോ അതിനൊക്കെ കാക്ക കൊത്തിക്കൊണ്ട് പോയി. എന്നെ മായിക്കാണ് ചെയ്യുന്നത്. ഓ എന്റെ അളിയ, അല്ല സാറേ, മായിക്കല്ല, പിന്നെ മാജിക്. മാജിക്. ഓക്കെ, അത് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞോളാം. എന്നാ പറ, സമയം പോകുന്നു. മാജിക് എന്താണ് മാജിക്? ഈ മാജിക് എന്ന് പറഞ്ഞാൽ എന്റെ മാജിക്കിന്റെ ആദ്യത്തെ ഐറ്റം
വാനിഷിംഗ് ഇൻ ദ ബ്യൂട്ടി. ഓ അത് ശരി, വാർണിഷ് ഈ ജനലിലും കട്ടിലൊക്കെ ഒക്കെ അടിക്കുന്ന പോലെ അതേ വാർണിഷാണ് ഈ പെണ്ണിനും അടിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഇത് പൊളിക്കാൻ വന്നാണോ ഇതിന്റെ സ്പോൺസർ ആണോ? എടോ ഞാൻ ഇതിന് കാശ് മുടക്കുന്നവനാ, അപ്പൊ എന്നാ ചെയ്യേണ്ടെന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാ. ചേട്ടാ പുള്ളി ചെയ്തോളൂ, പുള്ളിക്ക് അറിയില്ലേ. വാനിഷിംഗ് ഇൻ ദ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു സുന്ദരിയായ ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതാ ഈ കാണുന്ന പെട്ടിയിൽ ഞാൻ അടയ്ക്കുന്നു. അടച്ചതിന് ശേഷം ഈ കാണുന്ന മൂർച്ചയേറിയ വാളുകൾ ഇതാ ഈ ദ്വാരത്തിലൂടെ പളക്കോ പുളുക്കോ ഒന്ന് കുത്തിക്കയറ്റുന്നു. അതിനുശേഷം ഒരു 10 സെക്കൻഡ് ശേഷം ആ പെൺകുട്ടിയെ ഞാനിങ്ങ് വിളിച്ചു വരുത്തുമ്പോൾ ഒരു പോറൽ പോലും അവൾ കേൾക്കില്ല. അവൾ കേൾക്കാതെ ആ പെൺകുട്ടിയെ ഞാൻ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും. ഒരു പോറൽ പോലും ഏൽക്കാതെ അവനിലേക്ക് എത്തിച്ചേരണമെന്ന് ഈ അവസരത്തില് നിന്റെ ദൈവവിളിയാണ്. അല്ല, എനിക്ക് നേരത്തെ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നേ. ഞാൻ വേറെ ജാതിക്കാരനാണ്. ഞാൻ അവിടെ ചെന്നപ്പോ ഇത് മാറി. അതുകൊണ്ട് ഞാനിപ്പോ ഇതിനകത്തൊക്കെ ചെറിയൊരു താല്പര്യമുണ്ട്. ശരി വാള് കുത്തിക്കയറ്റിട്ട് അതിനുശേഷം അത് ഞാൻ ഇവിടെ പ്രിയമുള്ള കലാസ്ത്രീകളെ, ഒരു പച്ചയായ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഈ പെട്ടിക്കുള്ളിലേക്ക് ഞാൻ കയറ്റുകയാണ്. അതിനുശേഷം എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്ന വാളുകൾ കുത്തിയിറക്കുന്നു ഒന്നായി. അതിനുശേഷം ആ പെൺകുട്ടിയെ ഈ പെട്ടിക്കുള്ളിൽ നിന്ന് ഞാൻ അപ്രത്യക്ഷമാക്കുന്നു, വാനിഷിംഗ് ആക്കുന്നു. അതിനുശേഷം 10 സെക്കൻഡിന് ശേഷം കൈയടിക്കുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നു. അതാണ് വാനിഷിംഗ് ഇൻ ദ ബ്യൂട്ടി. ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും സുന്ദരിയായ, സമൃദ്ധയായ, പ്രഗത്ഭയായ ഒരു സുന്ദരിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ആരും അറച്ചോ മടിച്ചോ നിൽക്കാതെ കടന്നു വരൂ. സഹായിക്കുമെന്ന് നമ്മളെന്തിനാ അങ്ങോട്ടൊക്കെ പോണേ? എന്നാ അല്ല, ഇത്രയും സുന്ദരിയായ പെൺകൊച്ചു ഇവിടെ നിൽക്കുമ്പോ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വേണ്ട, വീട്ടിൽ ഒരു അലമാരയുണ്ട്, അവളെ ഞാൻ അതിൻ്റെ അകത്ത് കെട്ടിക്കോളൂ. ഇത് കേട്ടില്ല. അല്ല, അതെ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നേക്കാളും നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. അത് ശരിയാത്തില്ല. ഇപ്പൊ ഈ ചെയ്യുന്നേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടും. ഇപ്പൊ എന്നാ മൈലേജ് ഉണ്ട്? ഇപ്പൊ എന്റെ വണ്ടിക്ക് 35 ഉണ്ട് 1 ലിറ്ററിന്. ഇയാക്കടെ വണ്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചാൽ. ഈ കൊച്ചിന് ഇപ്പൊ കിട്ടുന്നേക്കാൾ കൂടുതൽ മൈലേജ് ഇഷ്ടം പോലെ ഉദ്ഘാടനം കിട്ടും, ഇഷ്ടം പോലെ ആരാധകരും കിട്ടും. എന്റെ പുഞ്ഞാറ് ചക്കര അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യാനാ? എന്നാ കയറ്റി നിർത്തി എന്റെ കുഞ്ഞാനെ അത് സൂക്ഷിക്കണം. ഞാൻ അകത്ത് കയറി ചെറിയ നീ അകത്ത് കയറണ്ട, നീ പുറത്ത് നിന്നാ മതി. അങ്ങനെ നീ അകത്ത് കയറി കളിക്കണ്ട. പുറത്ത് നിന്നിട്ട് എന്നെ വെച്ച് വേണേലും ചെയ്തോ. ഇതാ ഈ പെട്ടിക്കുള്ളിലുള്ള സുന്ദരിയുടെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കാൻ പോകുന്ന കർണകളുടെ ഭീകരമായ ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഐറ്റം നടക്കണം. സ്ത്രീകളും കുട്ടികളും അറ്റാക്കറുകളും പിരിഞ്ഞു പോകണം. കാരണം കൊലപാതകത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത കർണകളുടെ ഒരു ഭീകരമായ ഒരു ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതാ ബ്യൂട്ടി ദ വാനിഷിംഗ്. എന്റെ ഭാര്യയാണ് അകത്തുള്ളത്, അവിടെ ദേഹത്താണ് കത്ത് ഉള്ളത്. അതിന് നീ എന്നാ എന്ന് കറിയുന്നത്? ഈ പെണ്ണുമ്പളെ മേത്തക്കടെ കത്ത് കയറണം. അവർ ഓഡിയൻസ് കാണുന്നുണ്ടോ? അവർക്ക് ഫീല് കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടിന്യൂ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്ര കത്തി കുത്തിയിറക്കിയിരിക്കുകയാണ്. കൈയടിക്കൂ എല്ലാവരും. ഇനിയാണ് മാജിക്. 10 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇതിലുള്ള സുന്ദരിയെ അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ്. നോക്കൂ. കൈയടിക്കൂ. കാര്യം നിന്നെ കൂട്ടത്തിൽ തവളെ പോലെ ഇരിക്കുന്നെങ്കിലും ഈ കാണിച്ചത് കലക്കൻ സാധനം നന്നായിട്ടുണ്ട്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അതിമനോഹരമായ സാഹസികമായ ഒരു മാജിക്കാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ കാണിച്ചത്. നീ എന്താണ് സംഭവിക്കുന്നത്? 10 സെക്കൻഡ് കൊണ്ട് കാണാതെ പോയ സുന്ദരിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്ന അതിസാഹസികമായ ഒരു ഐറ്റമാണ്. അടിപൊളി. അതിനും അടാപ്രക്ക കടാപ്രക്കയാണ്. വാനിഷിംഗ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദി അപ്രത്യക്ഷപ്പെടൽ. കാണൂ. വാ, വന്ന് നോക്ക്. നിങ്ങളുടെ ഭാര്യയെ കൊണ്ടോ ഒരു പോറൽ പോലും മെതക്കാതെ കൊണ്ടു. വന്നിട്ടില്ല.
ഇല്ല വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. ചങ്ങാതി ആലോചിച്ച് വയ്ക്കാതെ അതിന് അടാപ്പറക്ക പറഞ്ഞ് മൂന്നാമത്തെ സാധനത്തിന് വിളിക്കും ഇങ്ങോട്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്രത്യക്ഷപ്പെടുന്ന പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു. വന്നോ? മരം കൊത്തി നോക്കണാര് നോക്കിയിട്ട് കാര്യമില്ല, വന്നില്ല. എന്തിയെ? ആന്നല്ലാതെ ഞാൻ ഈ സമയത്ത് ഞാൻ എറൂന്ന് പറയാൻ പറ്റുമോ? നിന്നെ കൊണ്ട് മൂക്കൊണ്ട് ഞാൻ ഇച്ഛ വരപ്പിക്കും. എന്റെ പെമ്പറനോത്തി വിളിച്ചു വരും. അല്ല ഞാൻ ചേട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോ ഞാൻ നിരപരാധിയല്ലോ. എടാ നീ 10 സെക്കൻഡ് കൊണ്ട് ആളെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാണ് അവളെ അകത്ത് കയറ്റിയത്. അല്ല ഞാൻ വിളിച്ചു വരുമ്പോഴത്തേക്കും അങ്ങനെ പതിവൃത്തിയായ ഒരു പെണ്ണിനകത്ത് എന്റെ ഭാര്യയെ കൊണ്ട് തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന എന്നല്ലേ കൊഞ്ഞനം കുത്ത് അല്ലെങ്കിൽ അടിക്കുക. രണ്ടും കൂടെ കേട്ടാ എനിക്ക് നാണായിട്ട് പാടില്ല. ആൾക്കാർ കാണട്ടെ. പോയത് എന്റെ ഭാര്യയല്ലേ? എന്താണ് പ്രശ്നം? എന്താണ് ഇവൻ ഈ പെട്ടിക്കകത്ത് കയറ്റി എന്റെ ഭാര്യയെ 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞൊരു വാർണിഷ് ചെയ്തവനാണ്. ഇപ്പൊ അവളും ഇല്ല, പെട്ടി എല്ലാം പോയി. മാഡത്തിനെ കാണാനില്ലേ? മാഡത്തിനെ കാണാനില്ലെന്നേ. മാഡത്തിനെ കാണാനില്ല. ഇവൻ ഇതിന്റെ അകത്ത് കയറ്റിയതാ. അയ്യോ, വെളിയിലൊരു സിനിമാറ്റിക് ഡാൻസുകാരനെ കാണാനില്ലെന്ന് പറഞ്ഞ് വെളി ഭയങ്കര ബഹളം. ഇനി അവളെ കൊണ്ട് തരാതെ നിന്റെ ഒന്നും ഒരു പരിപാടി ഇവിടെ നടത്തണ്ട. മിനുവളെ, മിനുകുട്ടിയെ, മിൻമിനി നമ്മളെ പോയി കിടക്കുക. മിൻമിനി വാളെ തവളങ്ങളാം. എന്റെ റൺകുൺവാലേ, എന്നെ കൂടി ഈ പെട്ടിക്കകത്ത് കയറ്റി ഒന്ന് വാനിച്ചത് താടാ കാല. നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടോടി വിഷൻ ടെലിവിഷൻ അവാർഡ്സിന് വർണ്ണശലഭമായ തുടക്കം. ഈ ടെലിവിഷൻ അവാർഡ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ MD നിർധനനായ ഒരു യുവാവിന് 1 ലക്ഷം രൂപ കൊടുക്കും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ദൗർഭാഗ്യവശാൽ ഈ പരിപാടിയിൽ ചെറിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MD ഈ നിർധന യുവാവിന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന 1 ലക്ഷം രൂപ ഞങ്ങളുടെ MDയുടെ അവസ്ഥ കണ്ട് നിർധന യുവാവ് MDക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. നാടോടി വിഷന്റെ ഇതിലും നല്ല നല്ല വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.